ക്രിസ്മസിന് വലിയ വ്യാപക ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ള ആരോപണം വരുന്നുണ്ട്. അപ്പോൾ ഒരു പള്ളിയിൽ കയറി ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരാളുടെ വീഡിയോയൊക്കെ കാണുകയും ചെയ്തു. ഉം. വലിയ തിലകമൊക്കെ അണിഞ്ഞ് ചുവന്ന തിലകമൊക്കെ അണിഞ്ഞിട്ടാണ് ഇയാൾ ഭീഷണി നടത്തുന്നത്. ഉം. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് കേരളത്തിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. സംഘപരിവാറാണ് ഉം. ഭീഷണിപ്പെടുത്തുന്നത്. ശരിക്കും ഇതാരാണ് ഈ ഭീഷണിപ്പെടുത്തുന്ന ആൾ? സത്യനിഷ്ഠ ആര്യ എന്നാണ് ഈ വൃത്തികെട്ടവൻ്റെ പേര്. പക്ഷേ ഇവൻ സത്യത്തിൽ ഹിന്ദുവല്ല, RSS അല്ല, സംഘപരിവാറല്ല, ഒന്നുമല്ല. ബംഗ്ലാദേശി മുസ്ലിമാണ്. ആ ബംഗ്ലാദേശിൽ നിന്ന് അവിടെ നിന്ന് അടികൊണ്ട് ഇങ്ങോട്ടേക്ക് ഓടിക്കേറിയതാണ്. ഇവിടെ ഓടിക്കേറിയതിന് ശേഷമാണ് ഈ ഒരു പേര് സ്വീകരിച്ച് ഇവിടെ നിന്ന് ഈ പേര് സ്വീകരിച്ചുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യലാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ പരിപാടി. ഈ പരിപാടിയുടെ അവസാന ഒരു എപ്പിസോഡാണ് നമ്മൾ ഈ ക്രിസ്തുമസ് ദിനത്തിൽ കണ്ടത്. ഗാസിയാബാദിലാണ് ഈ സംഭവം നടന്നത്. പാസ്റ്ററുടെ പേര് രാജു സദാശിവം എന്നാണ്. പാസ്റ്ററും ഭാര്യയും അവിടെ മതപ്രഭാഷണം അല്ലെങ്കിൽ സുവിശേഷം പറയുകയാണ്. ഇതിനിടയിലേക്ക് ഇയാൾ വലിയ തിലകമൊക്കെ അണിഞ്ഞുകൊണ്ട് ചെന്നുകൊണ്ട് ജീസസ് ക്രൈസ്റ്റിനെ അവഹേളിക്കുന്ന തരത്തിൽ, ഒരിക്കലും ഒരു RSSോ സംഘപരിവാറോ ഒരിക്കൽ പോലും ഒരു അന്യമത വിദ്വേഷം പറയില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഈ സംഘടനയെക്കുറിച്ച് അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഇദ്ദേഹം എന്ന് പറയണ്ടല്ലോ, ഈ വൃത്തികെട്ടവൻ ചെന്ന് പറയുന്നത് ഈ ക്രൈസ്റ്റിനെ വളരെയധികം അപമാനിക്കുന്ന തരത്തിലൊക്കെ വിളിച്ചു പറയുകയാണ്. ഈ ക്രൈസ്റ്റ് എന്താ പറയുക, വിദേശ ദൈവമാണ്, അതിനെ ഇവിടെ നമ്മൾ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിനെ തുടർന്ന് പല വാർത്തകൾ നമ്മൾ നോക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതൊരു RSS കാരനാണ്, വലിയ തിലകമൊക്കെ ഇട്ടിട്ടുണ്ട്, സത്യനിഷ്ഠ ആര്യ എന്നാണ് പേര് എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ ഈ പേര് ഈ പറയുന്ന എക്സ് മുസ്ലിം ആയിട്ടുള്ള ആൾ സ്വീകരിക്കുന്നത് 2018 2018 ഈ പേര് സ്വീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആകമാനം നമ്മൾ ഈ പറഞ്ഞതുപോലെ അന്യമത വിദ്വേഷം പരത്തുക. ഇത് തന്നെ അവിടെ ബംഗ്ലാദേശിലാണെങ്കിൽ ഷഹബാഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബ്ലോഗിങ് കാര്യങ്ങളുമൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. അവിടെയും യുക്തിവാദി ആയിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്, അല്ല ഒരു മതവിശ്വാസി ആയിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ തലയ്ക്ക് ഒരു തിരിവ് സംഭവിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് വലിയ രീതിയിൽ ഇസ്ലാം മതവിദ്വേഷമൊക്കെ പറയുകയാണ്. യുക്തിവാദിയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മതത്തെയും അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞാൽ മാത്രമേ യുക്തിവാദി ആവുകയുള്ളൂ എന്നുള്ളൊരു കൊണ്ടായിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് അവസാനം മുസ്ലിമുകൾ അടിച്ചോടിച്ചു. ഇപ്പോൾ യാതൊരു കാര്യങ്ങളും ചെയ്യാത്ത നമ്മുടെ ഹിന്ദുമത വിശ്വാസികളെ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചുട്ടുകൊല്ലുകയാണ്. അപ്പോൾ സ്വാഭാവികമല്ലേ ഇങ്ങനെ ഒരു മനുഷ്യൻ അവിടെ നിന്നിട്ട് ആ മതത്തെ, പ്രവാചകനെയൊക്കെ നിന്ദിക്കുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുക, ബ്ലോഗിങ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവരത് ചെയ്തില്ലെങ്കിലേ മനസ്സിലായി കാണും ഒരുപക്ഷെ ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവൻ ഉണ്ടാവില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് ഏതാണ്ട് 2013 ഇന്ത്യയിലേക്ക് കടന്നു കയറുന്നത്. 2013 മുസ്ലിം മതം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പോരുന്നത്. 2018 ഈ ഹിന്ദുമതം സ്വീകരിച്ചു എന്ന് പറയുന്നത്. ഹിന്ദുമതം സ്വീകരിച്ചു എന്ന് പറയുന്നതിൽ പോലും എനിക്ക് സംശയമുണ്ട്. കാരണം മനഃപൂർവ്വമായിട്ടുള്ള ചെയ്തികളാണോ ഇത്? ഇത്തരത്തിലൊക്കെ എങ്ങനെയാണ്? അതും ഒരു ക്രിസ്തുമസ് ദിവസമാണ് ഈ പറയുന്ന വിദ്വേഷ പ്രസംഗമൊക്കെ അവിടെ ചെന്ന് നടത്തുന്നത്. എന്നിട്ട് വലിയ രീതിയിൽ ജയ് ശ്രീറാം വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുകയാണ്. ജയ് ശ്രീറാം എന്ന് വിളിക്കുകയല്ല, അതിനെ ആക്രോശ രൂപേണ പറയുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ കൊണ്ട് അത് പറയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഒരു RSSകാരൻ ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ജയ് ശ്രീറാം വിളിപ്പിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ലല്ലോ. അല്ല, അതായത് RSSൻ്റെ നയം ഇതൊന്നുമല്ല. RSSൻ്റെ ശാഖകളിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. RSS മതത്തിനെ പറ്റി സംസാരിക്കില്ല. RSS അന്യമതങ്ങളെ പറ്റി, ഇതര മതങ്ങളെ പറ്റിയിട്ട് ഒരു മതത്തെ പറ്റി സംസാരിക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയും സംസാരിക്കില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ സംസാരിക്കുകയില്ല. RSS പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, വ്യക്തിയുടെ സ്വഭാവത്തെയും ആരോഗ്യത്തെയും നന്നാക്കിയെടുക്കുക എന്നുള്ളത്. 2, ദേശത്തെപ്പറ്റി, രാജ്യത്തെ പറ്റിയുള്ള സ്നേഹം, അതിനെ ആദരിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ, ഭാരതമാതാവിനെ ആദരിക്കേണ്ടത് എങ്ങനെയാണ്, ഇതൊക്കെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. അല്ലാതെ ഒരു തരത്തിലുള്ള മതമോ രാഷ്ട്രീയമോ RSS ശാഖകളിൽ പഠിപ്പിക്കാറില്ല, പറയാറില്ല, അതാരും തന്നെ സംസാരിക്കാറില്ല അവിടെ. അപ്പോൾ RSSൻ്റെ നയം പോലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും മതത്തിന് എതിരായിട്ട് മതവിദ്വേഷം പരത്തുക എന്നുള്ളതല്ല RSSൻ്റെ ലക്ഷ്യം. RSSൻ്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് രാഷ്ട്രത്തിൻ്റെ പരമവൈഭവമാണ്.
അതിനു വേണ്ടിയിട്ടാണ് RSS നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ വ്യക്തി നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എക്സ് മുസ്ലിമായി ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ വന്ന് ആര്യ സമാജത്തിൽ പോയിട്ടായിരിക്കണം, ആര്യ എന്നുള്ള പേര് അവസാനം ചേർത്തിരിക്കുന്നതുകൊണ്ട് ആര്യ സമാജത്തിൽ പോയിട്ടായിരിക്കണം അയാൾ ഈ പറയുന്ന ഹിന്ദു മതത്തിലേക്ക് മതം മാറി വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി ആര്യ സമാജത്തിൻ്റെ പോലും നയം എന്ന് പറയുന്നത് ഇതര മതവിദ്വേഷമോ ഇതര മതങ്ങളെ ആക്രമിക്കലോ ഒന്നുമല്ല. ദയാനന്ദ സരസ്വതി അടക്കമുള്ളവർ ഇത്തരത്തിൽ പറഞ്ഞിട്ടുമില്ല. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്നാണ് പറഞ്ഞത്. വേദം എന്ന് പറയുന്നത് വിശാലമായ വിജ്ഞാനത്തിൻ്റെ കേദാരമാണ്, അതിലേക്ക് മടങ്ങിച്ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇയാൾക്ക് ആര്യസമാജവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവാനും സാധ്യത വളരെ കുറവാണ്. ഇത്തരത്തിൽ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക, ആക്രമിക്കുക എന്നുള്ളതൊന്നും ആര്യസമാജത്തിൻ്റെ നടപടിയിലേ ഇല്ല. ആര്യസമാജം ഒരിക്കലും ഒരാളെയും ആക്രമിക്കാറില്ല, പ്രതിരോധിക്കാറുണ്ട്. ആക്രമണങ്ങളെ പ്രതിരോധിക്കും, അത് എല്ലാവരും പ്രതിരോധിക്കും, എല്ലാ സംഘടനകളും പ്രതിരോധിക്കുന്നതാണ്. ഇത് ഹിന്ദുമതത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ആ ഹിന്ദു സംഘടനകളെല്ലാം തന്നെ അത് പ്രതിരോധിക്കും. പക്ഷെ അല്ലാതെ ഒരു തരത്തിലും ഒരാളെയും ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ ഇറങ്ങി പുറപ്പെടാറില്ല ഈ പറയുന്ന ആര്യസമാജം പോയിട്ട്. RSS അല്ല ഒരു സംഘടന, ഒരു ഹിന്ദു സംഘടനയും ഒരു മനുഷ്യനെ ആക്രമിക്കാനാണ്. അപ്പോൾ ഇയാളുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ മതം മാറിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റു മതങ്ങളെ യേശുവിനെ പോലുള്ള ഇയാളുടെ ഒരു കാര്യം വിട്ടുപോയി. ഇയാളുടെ ശരിയായ പേര്, പണ്ടത്തെ ഒറിജിനൽ പേരുണ്ടല്ലോ, അത് സനിയൂർ റഹ്മാൻ എന്നാണ്. സിനിയൂർ റഹ്മാൻ എന്നാണ് പേര്. പ്രൊനൗൺസിയേഷനിൽ എനിക്ക് വ്യത്യാസമുണ്ട്. പേര് റഹ്മാൻ എന്നുള്ള പേരാണ് അയാളുടെ പൂർവ്വനാമം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ശരി തന്നെ യേശുവിനെയൊക്കെ അപമാനിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അങ്ങനെയല്ല കാണുന്നത്. ഹിന്ദു മതത്തിൽപ്പെട്ടവർ പോലും യേശുവിനെ വളരെ ആരാധനയോടുകൂടി വളരെ ബഹുമാനത്തോടു കൂടിയാണ് ആരാധിക്കുന്നത്, കാണുന്നത്. അദ്ദേഹം പറഞ്ഞ തത്വങ്ങളോടൊക്കെ വലിയ ആദരവ് തന്നെയാണുള്ളത്. ഒരു മതവിശ്വാസത്തിൻ്റെ എതിരെ നമ്മൾ സംസാരിക്കാറില്ല. എന്തായാലും യേശുവിനെ പറ്റിയിട്ടൊക്കെ മോശമായി സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് യേശുവിനെ പറ്റി മോശമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരിക്കലും ഒരു RSS രീതിയല്ല. RSS എന്നല്ല, ഒരു ഹിന്ദുവും ബോധമുള്ള ഒരു ഹിന്ദുവും അങ്ങനെ. ഇയാൾ എന്നിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ഇത്തരത്തിലുള്ള വീഡിയോകൾ, ക്രിസ്ത്യാനിറ്റിയുടെ എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ അതിനെ വിമർശിക്കാം, ക്രിസ്തു മതത്തിനെ വിമർശിക്കാം, ഇസ്ലാമിനെ വിമർശിക്കാം, അതൊക്കെ ചെയ്യാം, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന അപമാനിക്കൽ വലിയ തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതെ, ഇയാള് UPI വഴി ഇപ്പൊ പണം സംഘടിപ്പിക്കുന്ന ഒരു രീതി കൂടി ആരംഭിച്ചിട്ടുണ്ട്. കാരണം നിലനിന്ന് പോകണമല്ലോ. അപ്പൊ പലതരത്തിലുള്ള കാര്യങ്ങൾ അത് നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമാണ്. ഈ UPI വഴി ആണെങ്കിൽ പോലും ഈ ഫണ്ട് വരുന്നത് എവിടെ നിന്നാണ് എന്നുകൂടി നമ്മൾ ചികഞ്ഞു പോകേണ്ടതുണ്ട്. ഇത് സത്യത്തിൽ ഈ വാർത്ത വന്നപ്പോൾ നമ്മുടെ അടപ്പുകൂട്ടി ചാനലിൽ വലിയ സന്തോഷമായി. അടപ്പുകൂട്ടി ചാനൽ ഇതിനെ വലിയ രീതിയിൽ സംഘപരിവാറിനെതിരായിട്ടൊക്കെ അവർ ചർച്ച നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആലോചിക്കേണ്ട കാര്യമാണ്, ഈ ബംഗ്ലാദേശി മുസ്ലിമാണ് എന്നുള്ള വിവരങ്ങൾ വന്നിട്ടുള്ളത് ആയിരിക്കെ ഈ ഒരു വാർത്ത എടുത്തുകൊണ്ട് വലിയ രീതിയിലൊരു പ്രചാരണം സോഷ്യൽ മീഡിയ വഴി നടത്തുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയാണ്. അത് ഹൈന്ദവ സമൂഹത്തിന് അത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. പൊതുവായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കൾ പൊതുവായി UDF LDF വോട്ട് ബാങ്കാണ് കൂടുതൽ. അപ്പോൾ ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറുന്ന ഒരു പ്രവണത വലിയ രീതിയിൽ കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മുഴുവനും ഏതെങ്കിലും ഒരു പള്ളി ആക്രമിക്കപ്പെടുക, ഒരു കന്യാസ്ത്രീ ആക്രമിക്കപ്പെടുക, ഒരു പാസ്റ്റർ ആക്രമിക്കപ്പെടുക, പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള വലിയ വിഷയങ്ങൾ നടക്കുക. ഇപ്പോൾ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്, എത്രയോ കരോൾ സംഘങ്ങൾ ആണ് ആക്രമിക്കുന്നത്. അതിനെല്ലാം പിന്നിൽ പേരിട്ടിരിക്കുന്നത് RSS അല്ലെങ്കിൽ BJP എന്നുള്ള ഒരു പേരാണ് പറയുന്നത്. കേരളത്തിൽ നടന്ന സംഭവങ്ങൾക്കൊന്നും RSS ആയിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അത് കരോളുകളുമല്ല. കരോളുകൾ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് പോകുന്നതാണ്, പള്ളിയിൽ നിന്ന് പോയതല്ല. അത് പോയത് അത്രയും DYFIക്കാർ സംഘടിപ്പിച്ചതും ഒക്കെയാണ്. പിന്നെ പല ക്ലബ്ബുകളുടെയൊക്കെയാണ്. അവർ തമ്മിലടിക്കുകയാണ് ആലപ്പുഴ ചെയ്തത്. പാലക്കാട് ഉണ്ടായെന്ന് പറഞ്ഞാൽ DYFIക്കാർ അവരുടെ പാർട്ടിയുടെ ബാൻഡും ഒക്കെ എടുത്തുകൊണ്ട് പൈസ പിരിക്കാനും പരിപാടിക്കൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. എന്നിട്ട് വഴി കൂടെ ഒരാളെ പിടിച്ച് അടിക്കുകയും എന്തോ ചെയ്തതിൻ്റെ പേരിലാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടായത്. അല്ലാതെ ഈ പറയുന്ന അവർ വെള്ളമൊടിച്ചിട്ടായിരിക്കണം അങ്ങനെയൊക്കെയാണ് വിമർശനം വരുന്നത്. കള്ളു കുടിക്കാൻ വേണ്ടി. മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നില്ല പ്രിയൻ, കാരണം ഈ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ സന്തോഷത്തിലിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അതിന്റെ പിന്നാലെ വരുന്ന നെറേറ്റീവ് എന്ന് പറയുന്നത് ഇത് ഹിന്ദുമത വിശ്വാസികൾ അല്ലെങ്കിൽ BJP RSS സംഘപരിവാർ എന്നുള്ള ഒരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ള ഒരു ബൂമിംഗ് ഉണ്ട് BJPക്ക് കേരളത്തിൽ. അതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ എന്താ പറയുക മനഃപൂർവ്വം തന്നെ കോൺഗ്രസോ LDFോ ഒക്കെ നടത്തുന്ന ഒരു അജണ്ട കൂടിയായിട്ട്. കാരണം DYFI ആണ് എന്ന് വന്നതിന് ശേഷം, വാർത്തകൾ വന്നതിന് ശേഷം ഒരു ചെറിയ മന്ദത ഈ ഒരു പ്രചാരണത്തിന് വന്നിട്ടുണ്ട്. കാരണം ജനം തിരിച്ചറിഞ്ഞു ഇത് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത്. അത്തരത്തിൽ തന്നെയാണ്
തന്നെയാണ് എല്ലാത്തരം കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഏതെങ്കിലും ഒരു രീതിയിൽ BJPക്കെതിരെ ആളുകളെ തിരിപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, അതല്ലെങ്കിൽ ഇവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം, മനഃപൂർവ്വം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം. നമുക്കത് DYFI പോലുള്ള ഒരു സംഘടന എന്ന് പറയുന്നത് ലക്കും ലഗാനുമില്ലാത്ത ഒരു സംഘടനയാണ്. നിയന്ത്രിക്കുന്നത് ആര്, നടത്തുന്നത് ആര്, ഇത് ആര് പറഞ്ഞാൽ കേൾക്കും എന്നുള്ളതൊന്നും ആർക്കും യാതൊരു നിശ്ചയവും ഇല്ലാത്ത ഒരു സംഘടന. അപ്പോൾ അത്തരത്തിലുള്ള സംഘടനയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അതൊരു കരോളല്ല, അതൊരു പേക്കൂത്ത് ഒരു പോക്കാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയും വരും.